ഒരു കയാക്കിങ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ അവിടത്തേക്ക് പോവാണ്. കയാക്കിങ് ചെയ്യാനുള്ള അടിപൊളി ഒരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് കണ്ടാലോ. ഈ സ്ഥലമുള്ളത് തൃപ്രയാറാണ്. തൃപ്രയാർ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലാണ്. നമ്മുടെ ഈ കയാക്കിങ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയോരം കയാക്കിങ് ടീമിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് ഇവർ വിടുന്നത്. ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ബോട്ട് സവാരിയാണ്, മറ്റേ കയാക്കിങ്ങിലാണുള്ളത്. നമ്മൾ തൃപ്രയാറുള്ള നമ്മൾ അന്ന് ചെറിയ ഷോർട്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുക എന്നുള്ള രീതിയിൽ കണ്ടത്. നല്ല മനോഹരമായിട്ടാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. हाय ब्रो, हाय, किधर है आप? बिहार से। हाँ, बिहार से आया। हमें इसको मालूम है, पूरा ड्राइविंग मालूम है, मेरे को मालूम नहीं है। इसके लिए मैं वो पकड़ के आया है। भाई कैसा है? बढ़िया है। इधर अच्छा है ना? अच्छा है। हाँ, बहुत अच्छा है. ഒരു പങ്കായൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല. ഇവൻ തന്നെയാണ്. സീതാ അങ്ങോട്ട് പോട്ടെ. ഇതർ 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 ജാവോ. ഫ്രണ്ടിലത്തെ കാഴ്ചകളൊന്ന് കാണാം നിങ്ങൾക്ക്. എന്ത് ഭംഗിയാണല്ലോ ഇവിടെയൊക്കെ. ഇതിൻ്റെ മുകളിലൊരു തൂക്കുപാലുണ്ട്. എന്നാലും നല്ല ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളിയാണ്. തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ആൾക്കാർ. ഞാനിതിങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നൊക്കെയാണ് അല്ലേ ഭായി? നമ്മളൊക്കെ ഫ്രീ ആണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാനുള്ളത്. ഇവിടെ ഇതിൻ്റെ അത് വരാൻ ഏകദേശം ഒരു 100 രൂപ മാത്രമാണ് ഒരാൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും 2 പേർക്ക് ഇതിൽ പോകാൻ പറ്റുന്നുണ്ട്. എൻജോയ്മെൻ്റായിട്ട് ഞാൻ പോകുന്നത്. വലിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റേറ്റൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എന്ത് ഭംഗിയാണല്ലേ. നല്ല ആഴമുണ്ട് കേട്ടോ ഇവിടെ എല്ലാം. നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ്. उधर आदमी जाता है ना? उधर आदमी जाता है ना? जाता है ना? हाँ जाता है. उधर जाओ. उधर जाएगा. हाँ उधर जाओ, सीधा उधर जाओ. നല്ല പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. സൈഡിലെല്ലാം ഇങ്ങനെ ഉണ്ട്. भाई कैसे है? भाई कैसे है? बढ़िया है. बढ़िया है. മലയാളം അറിഞ്ഞൂടാ നമ്മളെ മുത്തിന്. പവൻ എന്നാണ് പേര്. അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ച് തോയാ. ബൈ. आप यही सब पकड़ो. वीडियो चलता है ना, वो रिकॉर्डिंग आ जाता है ना. ये ना हाँ मैं जाएगा. चलो. ഇത് ഇടത്തോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വലത്തോട്ടേക്ക് പോകും. അതുപോലെ തന്നെ വലത്തോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പോവും. നേരെ പോകണമെങ്കിൽ 2 സൈഡും തൊയ്യാണ് ചെയ്യേണ്ടത് അല്ലേ? കാണുന്നുണ്ടാ? റെക്കോർഡാണോ? ഓക്കെ. നല്ല കാണാൻ നമുക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇത് തൃപ്രയാറാണ് സ്ഥലം വരുന്നത്. വെറും 100 രൂപ മാത്രമാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ നമ്മളെ തോണി അങ്ങോട്ടേക്കാണ്. इसमें खड़ा हो सकता है. खड़ा हो सकता है. വീഡിയോ റെഡിയാണോ? हाँ वीडियो रेडी है. റെക്കോർഡ് ആക്കാനാ? ഏതോ കളർ? वो येलो कलर वो मालूम है. वीडियो रेडी है. റെഡ് കളർ. हाँ रेडी कलर. ഇപ്പോൾ കാറ്റടിക്കുന്നോണ്ട് അങ്ങോട്ടേക്ക് പോകും. ഓ കാറ്റാണോ? इधर में जास्ती मारो. यार हाँ सीधा होगा तब. चलो अब इधर का मारो. ऐसा पकड़ के इങ്ങനെ जा. अब मालूम हो गया. हाँ अभी मालूम. जास्ती रेस. നല്ല മുകളിൽ നിന്ന് കാണാൻ പറ്റിയ നല്ല ഏരിയകളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല വലിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. തോണികളെല്ലാം ഉണ്ട്. ഉദർ ഒരുപാട് പേരുണ്ട് ഇവിടെ. ഉള്ള കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. അവിടെ ഒരു ദ്വീപുണ്ട്. ഇവിടെ ചായ സ്പോട്ടിലുണ്ട് തോന്നുന്നു. പങ്കായ ഞാൻ പിടിച്ചിട്ടുണ്ട്. കയ്യിലാണ് പിടിച്ചിട്ടുള്ളത്. ആ മരത്തിൻ്റെ മുകളിലേക്ക് അടിക്കാൻ പോവാണ് കുറേ ആൾക്കാർ. കുറേ പേര് അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് അവിടെ കൂടെയാണ് എത്തുന്നത്. ഇളകതലുണ്ട്. ഇതിൻ്റെ അവിടെ ഇരിക്കുന്ന സ്ഥലമാണത്.
അതുപോലെ തന്നെ മുകളിലിരിക്കുന്ന സ്ഥലങ്ങളാണിത്. അതവിടെയൊക്കെ ഉണ്ട്, സംഭവം സെറ്റപ്പെല്ലാം ഉണ്ട്. ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ എന്തായാലും ഒരു ദിവസം വരണം. ഇത് തൃപ്രയാണുള്ളത്. തൃപ്രയാർ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിന് നേരെ മുന്നിലാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് തുഴയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ആളെ കൂട്ടി, ഈ ആളെ കൂട്ടിയെന്നേ ഉള്ളൂ. നമ്മളെ ഫ്രണ്ടാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇത് ഇങ്ങനത്തെ ഒരു ഹാപ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതല്ലേ. ബോട്ട് വരുന്നുണ്ട്. ഓ ജാത്ത ഓ ജാ. നമ്മളെ വെട്ടിച്ചൊരു ബോട്ട് പോവാണത്. അത് ബാക്കിൽ കപ്പിത്താനൊക്കെ ഉണ്ട്. നമുക്ക് കപ്പിത്താനൊന്നുമില്ല, നമ്മളെ ഫ്രണ്ടിൽ പോവാണത്. അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യണം. എണ്ണ മോനെ എണ്ണിയാ തീരാത്ത എണ്ണിയാ തീരാത്ത ऊपर में या नीचे बैठोड़ा, नीचे जगह है वो ऊपर जाएगा. हाँ गिर जाएगा. हे नीचे बैठो. ഓ മൈ ഗാഡ്, ഇവിടെ ഫുൾ ആൾക്കാരാണ്, ഒരുപാട് പേരുണ്ട്. ഇവിടെ വന്നപ്പോൾ വേറൊരു ബോട്ട് അതിൽ പോകുന്നുണ്ട്. അപ്പോൾ ഫുള്ള് കയാക്കിങ്ങിൻ്റെ ടീം തന്നെയാണ് ഇവിടെ ഉള്ളത്. ലേഡീസും കാര്യങ്ങളൊക്കെ, ലേഡീസും ഉണ്ട് അതുപോലെ തന്നെ ബോയ്സും ഉണ്ട്. മോനെ പൊളി സ്ഥലം. തൃപ്രയാർ പാലാണ് കാണുന്നത്. മോനെ പൊളി. ഇങ്ങനത്തെ ഒരു വൈബ് ഞാൻ ആദ്യമായിട്ട് കാണാം. അത് വെള്ളത്തിൻ്റെ അടുത്തൂടെ നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടെ തന്നെ, നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ്, അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ട്. ഇതര അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ നേരെ മുന്നിലെത്തിയിരിക്കുകയാണ്. തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ. തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് നമ്മൾ. അവിടുത്തെ കാഴ്ചകൾ ഇവിടുന്ന് കണ്ടാലോ നിങ്ങൾക്ക്? ഇവിടുന്ന് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് അമ്പലം കാണാം. ഇതൊരു ഭംഗിയനല്ലേ, അതുകൊണ്ട് നമുക്കത് കാണാം. വെടിപൊട്ടിച്ചുകൊണ്ട്, അമ്പലത്തിൽ വെടിപൊട്ടിച്ചുകൊണ്ട് ഒന്നും കാണുന്നില്ല, ഫുള്ള് പുകയാണുള്ളത്. ഇതാണ് അമ്പലത്തിൻ്റെ, തൃപ്രയാർ പാലത്തിൻ്റെ ബോർഡർ. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. മുകളിൽ കൂടി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് ചേട്ടന്മാർ മീനെ പിടിക്കാൻ വേണ്ടി പോകുന്നതാണത്. പെഡൽ ബോട്ടിംഗ് ആണ്. അമ്പലത്തിൻ്റെ മുന്നിലുള്ള കാഴ്ച നോക്കി, ഇത് ഭംഗിയല്ലേ. भाई सीधा जाओ. सीधा जाए? हाँ सीधा. ओ उसका आगे. ഫുള്ള് തളർന്ന് പോകുന്നുണ്ട് കേട്ടോ. നല്ല സുഖമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. നടുക്കടലിൽ ഇവിടെ കുറച്ച് കള്ളും കുറച്ച് ബിയറെല്ലാം അടിക്കുന്ന ടീമിന് നല്ല എൻജോയ് ചെയ്യാം കേട്ടോ. അത് നല്ല സോങ് എല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ. ബൈ എൻജോയ്മെന്റ് ലൈഫ്. സാധനം വീണായാലും പ്രശ്നമാണ്, കിട്ടൂല. ഇത് വേറെ അടി കിട്ടൂല. ഇത് ഒലിച്ചു പോയാലും പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇത് പിടിച്ചു വെക്കുന്നത്. ബഡാ ബോട്ട്, വലിയ ബോട്ട് പോകുന്നുണ്ട്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഈ 100 രൂപക്ക് പോവാം കേട്ടോ. ഒരു 100 രൂപയ്ക്ക് നമുക്ക് എത്ര സമയം വേണമെങ്കിലും പോവാം. ഏകദേശം നമ്മുടെ സ്റ്റാർട്ടിങ് എൻഡിങ് പോയിൻ്റ് എത്താനായിട്ടുണ്ട്.
ഏകദേശം തളർന്നു പോകും, സംഭവം തളർന്നു പോകുന്നുണ്ട്. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ്, നമ്മൾ ലൈഫിൽ കിട്ടാൻ പോകുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അടിപൊളിയാണ്. അപ്പോൾ ഇത്രയും ദൂരത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലം തൃപ്രയാറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും വരാനുണ്ട്. നമ്മൾ എൻഡിങ് പോയിൻ്റാണ് കാണുന്നത്. എൻഡിങ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും നല്ല ഹാപ്പിയാണ്, നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. സൈഡ് കൈസേക്കരൊക്കെ അങ്ങനെ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കയാക്കിങ് സൈഡാക്കി നല്ല അടിപൊളി സ്പോട്ട് കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇവിടുത്തെ തൂക്കുപാലം. തൃപ്രയാർ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വലിയൊരു തൂക്കുപാലമാണ്. ഫുള്ള് റോപ്പിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കൂടി നമ്മൾ കാണുകയാണ്. എന്ത് ഭംഗിയല്ലേ! നിങ്ങളൊക്കെ ഒരിക്കൽ തൃപ്രയാർ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥലങ്ങളും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ അപ്പുറത്ത് ചായ സ്പോട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ദ്വീപും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. കയാക്കിങ് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട്. എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ് സുഹൃത്തുക്കളെ, നന്നായിട്ടൊന്ന് കമൻറ്റ് ചെയ്യ്. എന്ത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അപ്പോൾ കുറേ ആൾക്കാർ കയാക്കിങ്ങൊക്കെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രോ കാഴ്ചകളൊക്കെ കാണുകയാണ്. അവൻ ബീഹാറിൽ നിന്ന് വന്നിട്ടാണ് നമ്മളെ കാഴ്ചകളൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ റോപ്പ് ബ്രിഡ്ജിലും അതുപോലെ തന്നെ കയാക്കിങ്ങും ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഓക്കെ.